റമീസ് മുഹമ്മദിലോട്ട് പോവുകയാണ്. റമീസ് പറഞ്ഞത് വെച്ച് 1 മണിക്കൂറിനകം ഈ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് പൂളാടിക്കുന്ന് ജംഗ്ഷനിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് വിലാപയാത്രയായി അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക്. അവിടെ പൊതുദർശനത്തിന് ശേഷം ലതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമയക്രമം നിശ്ചയിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പൊതുദർശനത്തിന് നിലവിൽ 1 മണിക്കൂർ എന്ന് പറയപ്പെടുന്നു. അത് നീളാനുള്ള സാധ്യതയും മുന്നിൽ കാണേണ്ടതുണ്ട്. ആര്യ, നേരത്തെ സമയക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെയും എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജുനെ കാണാനായും അർജുന അവസാനമായി ഒരു ആദരാജ്ഞലി അർപ്പിക്കാനായി നിരവധി ആളുകളാണ് എത്തുന്നത്. അപ്പോൾ കൃത്യമായൊരു സമയക്രമീകരണം അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് അറിയില്ല. ഏതായാലും ഇത്തരത്തിൽ ഒരു ക്രമീകരണം ഏർപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിരവധി ആളുകളാണ് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. നിലവിൽ കൊയിലാണ്ടി കഴിഞ്ഞു എന്നാണ്, മൃതദേഹവുമായുള്ള വിലാപയാത്ര കൊയിലാണ്ടി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മന്ത്രി AK ശശീന്ദ്രൻ, MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, KK രമ, ജില്ലാ കലക്ടർ സ്നേഹി കുമാർ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് അതിർത്തിയിൽ വെച്ച മൃതദേഹം ഏറ്റുവാങ്ങിയത്. കർണാടക സർക്കാരാണ് മൃതദേഹം ഇവിടെ എത്തിക്കുന്നതിനുള്ളൊരു ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. തുടർന്ന് അവരിൽ നിന്ന് മൃതദേഹം കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ വെച്ച കേരള സർക്കാരിൻ്റെ പ്രതിനിധികളായിക്കൊണ്ട് തന്നെ മന്ത്രി AK ശശീന്ദ്രനും മറ്റ് MLA മാരൊക്കെയും തന്നെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള യാത്ര ഇപ്പോൾ ഉടൻ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൂളാടിക്കുന്ന് ബസാറിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ പൂളാടിക്കുന്ന് ബസാറിൽ മറ്റ് ലോറി ഉടമകളൊക്കെയും തന്നെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനും വിലാപയാത്ര നടത്തുന്നതിനുമായുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ നടത്തി കഴിഞ്ഞു. ഇനി മൃതദേഹം ഇവിടെ എത്തുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് മൃതദേഹം ലഭിക്കുന്ന വർഷം ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ എത്തും. കാരണം നമുക്കറിയുന്നത് പോലെ തന്നെ 70 ദിവസങ്ങൾ പിന്നിട്ടതിനാൽ മൃതദേഹത്തോട് കാണിക്കാവുന്ന ഏറ്റവും ഒരു ബഹുമാനാർത്ഥം ചെയ്യാവുന്നത് അത് കൂടുതൽ നേരം പ്രദർശിപ്പിക്കാതെ വേഗം സംസ്കരിക്കുക എന്നുള്ളതാണ്. അതുതന്നെയായിരിക്കാം ചിലപ്പോൾ വീട്ടുകാരുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ജൂലൈ 16-നാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നതും 20-ഓടുകൂടി വിവരം ലോകമറിയുകയും തുടർന്ന് സമാനതകളില്ലാതെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് സർക്കാരും മറ്റൊക്കെയും തന്നെ കൃത്യമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു അർജുനായുള്ള രക്ഷാദൗത്യം വേർ ഈസ് അർജുൻ എന്നൊരു ഹാഷ്ടാഗോട് കൂടി തന്നെ വലിയൊരു ക്യാമ്പയിൻ തന്നെ നടക്കുകയും ചെയ്യുന്നത്. തുടർന്ന് കൃത്യമായി സംസ്ഥാന സർക്കാരൊക്കെയും തന്നെ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നു. മുഖ്യമന്ത്രി അടക്കം അർജുൻ്റെ നേരെ വസതിയിലേക്ക് എത്തുന്നു, കുടുംബക്കാരെ ആശ്വസിപ്പിക്കുന്നു. ജനപ്രതിനിധികൾ ഇടതടവില്ലാതെ അർജുൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. MP MLA-മാർ ഒക്കെയും തന്നെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു. മന്ത്രിമാരൊക്കെയും തന്നെ ശിരൂരിൽ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അർജുൻ്റെ രക്ഷാദൗത്യത്തിന് മറ്റ് ഇടവേളകളൊന്നും പാടില്ല, മറ്റു ഉപാധികളൊന്നും വെക്കാതെ അർജുനെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അർജുനെ ഞങ്ങൾക്ക് തിരികെ വേണം എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി അത് അസാധ്യമെങ്കിലും നമ്മളൊക്കെയും തന്നെ ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അർജുൻ ജീവനോടെ തിരികെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ. കാരണം അത് എത്രത്തോളം പ്രാവർത്തികമായിരിക്കും അല്ലെങ്കിൽ അത് യുക്തിപരമായി ശരിയാകില്ല എന്ന് അറിയാമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും ഒരു ചെറിയൊരു പ്രതീക്ഷ വെച്ചിരുന്നു. കാരണം അത് അത്രത്തോളം അർജുൻ നമുക്കൊക്കെയും തന്നെ പ്രിയപ്പെട്ടവനായിരുന്നു. അർജുനായുള്ള ആ ഒരു കാത്തിരിപ്പ് അതിനങ്ങനെയായിരുന്നു. സംസ്ഥാനം ഒട്ടാകെയും തന്നെ ഒരു സംവിധാനം ഒട്ടാകെയും തന്നെ അത്തരത്തിലായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം തന്നെ നീക്കിക്കൊണ്ടിരുന്നത്, ആ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരുന്നത്. കർണാടക മുഖ്യമന്ത്രിക്ക് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കത്തെഴുതുകയാണ്. ഇത്തരത്തിൽ അർജുനായുള്ള രക്ഷാദൗത്യത്തിനും അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മലയാളികളുടെ ആ ഒരു ഒത്തൊരുമ കണ്ടു തന്നെയാണ് അവിടെ ഉള്ളവർ തന്നെ അത്ഭുതപ്പെട്ടത്. ആരാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു
ഇടപെടലുകൾ നടത്താൻ ആരായിരുന്നു എന്നുള്ള ഒരു ചോദ്യം അവരെ കൊണ്ട് ചോദിപ്പിക്കാൻ കാരണമായത്. കാരണം അത്രത്തോളം ഇടപെടലുകൾ കൃത്യമായി തന്നെ സംസ്ഥാനം ഒട്ടാകെ നടത്തി. അവർ ഇതിനപ്പുറം തന്നെ പ്രതീക്ഷയും പ്രാർത്ഥനയുമായി ഒരു കൂട്ടർ, അത് ജാതിമത ഭേദമന്യേ പല പ്രാർത്ഥനാ വേദികളിലും അർജുനായുള്ള ഒരു പ്രാർത്ഥനയും നമ്മളൊക്കെയും തന്നെ കണ്ടു. ആ പ്രാർത്ഥനകളൊക്കെയും തന്നെ ഇപ്പോൾ സഫലമായിരിക്കുകയാണ്. അർജുൻ ജീവനോട് അല്ലെങ്കിൽ കൂടിയും തിരികെ എത്തുകയാണ്, ജന്മനാട്ടിലേക്ക് എത്തുകയാണ്. ഇനിയുള്ള പ്രാർത്ഥനയും പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ഒക്കെയും തന്നെ ആളുകൾ ആഗ്രഹിക്കുന്നത് തന്നെ ആ കുടുംബത്തിന് ആശ്വാസം നൽകാനാണ്, കുടുംബത്തിന് ക്ഷമ നൽകാനാണ്, ആ കുഞ്ഞിന് സമാധാനം നൽകാനാണ്. കാരണം അവരെത്രത്തോളം ആ ഒരു കുടുംബം ഒത്തുചേർന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ എത്രത്തോളം ആ കുടുംബം പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ അറിഞ്ഞതാണ്. അർജുൻ്റെ അമ്മയാണെങ്കിലും സഹോദരി അഞ്ജു, അതുപോലെ തന്നെ ഭാര്യ, അച്ഛൻ, ഇവരൊക്കെയും തന്നെ നമ്മൾ മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെയും തന്നെയും അല്ലെങ്കിൽ തന്നെ അവർ നമ്മളോട് അവരുടെ കുടുംബത്തിനെ കുറിച്ച് പങ്കുവച്ചത്, അവരുടെ അയൽവാസികൾ നമ്മളോട് പങ്കുവച്ച വിവരങ്ങളൊക്കെയും തന്നെ അവരെത്രത്തോളം ഒരുമിച്ച് കഴിഞ്ഞിരുന്നവരായിരുന്നു എന്നുള്ളതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബത്തിന് സമാധാനം ലഭിക്കണേ എന്നുള്ളതാണ് ഇനിയുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന. അത് ഇത്രയും ദിവസം അർജുന് വേണ്ടി പ്രാർത്ഥിച്ചതോളം, അല്ലെങ്കിൽ അർജുന് വേണ്ടി മനസ്സുകൊണ്ട് ഒത്തുചേർന്നു. ആ ഒരു ഒത്തുചേർന്ന് നിൽക്കുന്നത് തന്നെ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആര്യ, തീർച്ചയായും നേരത്തെ റമീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരച്ചിലിൻ്റെ ആദ്യഘട്ടത്തിൽ അർജുൻ ആരായിരുന്നു, ഇത്രയേറെ അർജുനായി ഒരു പ്രതിഷേധം ഉന്നയിക്കാൻ അർജുൻ ആരായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സഹകരണമായിരുന്നു ഈ മലയാളികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഒരുപക്ഷെ തിരച്ചിലിനായി കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ ഈ കർണാടക സർക്കാർ തിരച്ചിലിൽ അലംഭാവം കാണിച്ചപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള നാട്ടുകാർ ഉൾപ്പെടെ ഈ ശിരൂരിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അത് തന്നെയാണ്, ആ ഒരു ഉത്തരം തന്നെയാണ് അർജുൻ ആരായിരുന്നു എന്നതിൽ ഏറ്റവും വലിയ കാര്യം. റമീസ, അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം 6:30 കർണാടകയിൽ നിന്ന് പുറപ്പെട്ട അർജുൻ്റെ മൃതദേഹവുമായി പുറപ്പെട്ട ആംബുലൻസിനെ അനുഗമിച്ച കേരള കർണാടക പോലീസും അതുപോലെ തന്നെ മന്ത്രിമാരും MLA-മാരും അടക്കം ആ ഒരു വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് പൂളാടിക്കുന്നിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നു. റമീസ് നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് കൊയിലാണ്ടി പിന്നിട്ടു എന്നും മനസ്സിലാക്കുന്നു. വാഹനം ഇപ്പോൾ കൊയിലാണ്ടി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കിയതും ഉടൻ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വാഹനം സ്ഥലത്തേക്ക് എത്തും. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെയും തന്നെ നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു. മന്ത്രിയായ AK ശശീന്ദ്രനാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. കൂടെ തോട്ടത്തിൽ രവീന്ദ്രൻ MLA, അതുപോലെ തന്നെ KK രമ, അതുപോലെ തന്നെ ജില്ലാ കലക്ടർ ഒക്കെയും തന്നെ ഈ ഒരു മൃതദേഹത്തിനോടൊപ്പം തന്നെ അനുഗമിക്കുന്നുണ്ട്. കൂടാതെ ഈ നാട്ടുകാരെ, മറ്റ് ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തന്നെ പൂളാടിക്കുന്ന് ബസാറിലേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ കണ്ണാടിക്കലേക്ക് പോവുകയാണ്. കണ്ണാടിക്കലിൽ നിന്നാണ് അർജുന്റെ വീട്ടിലേക്ക് പോകുന്നതും തുടർന്ന് അവിടെ പൊതുദർശനവും തുടർന്ന് സംസ്കാരവും ഏർപ്പെടുത്തുക. നേരത്തെ പറഞ്ഞതുപോലെ അർജുൻ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ കെട്ടിപ്പൊക്കിയതാണ് അർജുന്റെ ആ ഒരു വസതി. അതിന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് അർജുന് അന്ത്യവിശ്രമം ഒരുക്കാൻ കുടുംബക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ സജ്ജീകരണങ്ങളൊക്കെ തന്നെ അവിടെയും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ശരി.